കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് കാന്താര ചാപ്റ്റർ 1 ഒന്ന് കാണണമെന്ന്. വിജേഷ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടും ഒറ്റയ്ക്ക് വരാനുള്ള മടി കൊണ്ടും പിന്നെ കാണാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കുമായിരുന്നു. വിജേഷ് വരാൻ ഇനി 2 വീക്സ് കൂടി ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ വന്ന് കാണാൻ തീരുമാനിച്ചു. ടിക്കറ്റൊക്കെ ഞാൻ ഇന്നലെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. പതിവിൽ വിപരീതമായിട്ട് ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എത്തിയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഷോ തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും എത്താറ്. അങ്ങനെ മൂവി കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല മൂവിയായിരുന്നേ. രാവിലെ എനിക്ക് ചെറിയ തലവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചായിരുന്നു കാണണോ വേണ്ടയോ എന്ന്. വന്നത് എന്തായാലും നന്നായി. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോ കേട്ടോ. പിന്നെ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. അവിടെ ടാക്കോ ബെല്ലിൽ നിന്ന് ഞാനൊരു റൈസ് ബൗളും അതുപോലെ ഒരു തിക്ക് മിൽക്ക് ഷേക്കുമാണ് ഓർഡർ ചെയ്തത്. ഫുഡ് വരാൻ കുറച്ച് താമസമുള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അങ്ങനെ എനിക്കെൻ്റെ റൈസ് ബൗളും ഷേക്കും കിട്ടി. ഈ റൈസ് ബൗളിൽ വെജിറ്റബിൾസും സ്വീറ്റ് കോണും ചിക്കനും നാച്ചോസും അങ്ങനെ മിക്സ് ആയിട്ടുള്ളൊരു ബോളായിരുന്നു. ഇതിലൊരു ബീൻസ് കറി ഉണ്ടായിരുന്നു. ആ ബീൻസ് കറി കഴിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പയറുകറിയാണ് കേട്ടോ. പയറുകറിയുടെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് പോയത്. ദിവാലി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ മാക്സിലേക്കാണ് പോയത്. കുറേ അധികം നല്ല ടോപ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറേ നോക്കിയതിന് ശേഷം ഒരു ടോപ്പ് സെലക്ട് ചെയ്തിട്ട് ട്രയൽ റൂമിൽ കയറിയതാണേ. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ടോപ്പ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടല്ലേ? ഇത് ഞാൻ വാങ്ങിച്ചായിരുന്നേ. ബില്ല് ചെയ്യാൻ വേണ്ടി മേലെ പോയപ്പോഴാണ് അവിടെ കുറേ ഇയറിങ്സ് വെച്ചേക്കുന്നത് കണ്ടത്. വലിപ്പം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് ക്രോസ് വേർഡിലേക്കാണ്. ഈ മോളിൽ തന്നെ എൻ്റെ ഫേവറേറ്റ് പ്ലേസാണിത്. ഇവിടെ കുറേ ബുക്സ് ഉണ്ട്. നമുക്കിവിടെ ഇരുന്ന് വായിക്കാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. അങ്ങനെ ഞാൻ കുറേ ബുക്സൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. എൻ്റെ പ്രിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സുകളാണ്. പക്ഷേ ഞാനിവിടുന്ന് വാങ്ങിക്കാറില്ല കേട്ടോ. ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണേ. ഞാൻ കൂടുതലും ബുക്സ് വാങ്ങിക്കുന്നത് മീഷോയിൽ നിന്നാണ്. അവിടെ നമുക്ക് ചീപ്പായിട്ട് കിട്ടും. പിന്നെ മിക്ക ബുക്സും മീഷോയിലുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ കുറേ ബുക്സൊക്കെ നോക്കിയതിന് ശേഷം ഈ ബുക്ക് സെലക്ട് ചെയ്തേ. ഈ ക്രോസ് വേർഡിനടുത്തായിട്ട് തന്നെ തേർഡ് വേവ് കോഫി ഉണ്ട്. അവിടെ നിന്ന് ഞാനൊരു ബബിൾ ടീ ഓർഡർ ചെയ്തു. ഒരു ഗ്രേപ്പ് ഫ്രൂട്ട് ഫ്ലേവറിലുള്ള ബബിൾ ടീ ആണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ കുറച്ച് നേരം ബുക്സ് വായിച്ചിരിക്കുമ്പോഴേക്കും എനിക്കെൻ്റെ ബബിൾ ടീ കിട്ടി. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ബബിളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ കുടിക്കുമ്പോൾ മേടിയിൽ നമുക്ക് കിട്ടും. അങ്ങനെ അവിടെ നിന്ന് മോളിൽ പുറത്തിറങ്ങിയപ്പം അവിടെ കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കമ്മലും ഡ്രസ്സൊക്കെ വിൽക്കുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ നോക്കിയില്ല. അപ്പോഴേക്കും എൻ്റെ ഊബർ വന്നായിരുന്നേ. അങ്ങനെ ഞാൻ പോവാണ്. അപ്പോൾ